ഹെയർ സ്റ്റൈല് വടിവേലുവിന്റെ അല്ല ഞാൻ പറയട്ടെ, വടിവേലു ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു പോക്കിരി രാജ, പോക്രിയില് അതുപോലെ തന്നെ ഉണ്ട്. என்ன பண்ணாலும் பிளான் பண்ணி பண்ணணும். Hi guys, good morning. Welcome to our new vlog. Our last day in cruise ആണ്. ഞാൻ ഇത് ഒരിക്കലും പറയുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ I'm happy that it is going to end tomorrow. കാരണം it's not been a pleasant experience at all in this cruise. ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രൂസ് അല്ല, എസ്പെഷ്യലി ലക്ഷറി ക്രൂസ് എന്നുള്ള രീതിയിൽ. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്രൂസിൽ. സോ എ ഡേ ഇൻ അവർ ക്രൂസ് ലൈഫ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എഴുന്നേറ്റതുള്ളൂ, ഇപ്പം ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് ഇറങ്ങായിരുന്നു നമ്മൾ, പക്ഷെ അറിയാതെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച് 4 ദിവസത്തേക്ക് എടുത്തതുകൊണ്ട് 1 ദിവസം കൂടെ ക്രൂസിലുണ്ട്. ആൻഡ് ഇന്ന് ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസ് കാണിച്ചു തരാം, എന്തൊക്കെ ഇവിടെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്പാ ഉണ്ട്, സ്പാനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്, പക്ഷേ നമുക്ക് ഇത് ബുക്ക് ചെയ്തപ്പോൾ കുറച്ച് ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടിയായിരുന്നു. അന്ന് എന്തോ ഓഫർ എന്തോ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണം, കാരണം ഇവിടുന്ന് അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ്സ് ഒന്നും നമുക്ക് റീഫണ്ട് ആവില്ല. സോ ഇവിടെ തന്നെ തീർക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റെഡി ആക്കിയിട്ട് സ്പായും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, ബോംബെയിൽ നിന്ന് കുറേ പേരൊക്കെ കയറുന്നുണ്ട്. സോ കുറച്ച് ആക്ടിവിറ്റീസും, ഇതൊരു ലൈവ്ലി ഡേ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ ഇപ്പോഴും ഭയങ്കര ക്രൗഡായിരിക്കും, കാരണം ബോംബെയിൽ നിന്ന് അവർ പറഞ്ഞു ഫുള്ളാണ് ഷിപ്പ്. സോ വീണ്ടും ക്രൗഡ് ഒരു ഭയങ്കര വലിയ ഇഷ്യൂ ആയിരിക്കും. സോ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങാം. ഡാഡി ഗുഡ് മോർണിംഗ്. ഇന്ന് വല്ല മെച്ചമുണ്ടോ? എല്ലാം തീർന്നു, ഇവിടെ തീർന്നല്ലേ? റീഫിലിംഗ് ഒക്കെ മോശമാണ്. അതെ ഡാഡി സോസേജ് കഴിക്കണ്ട, കളർ തന്നെ കണ്ട. ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പറ്റില്ല, അത്രയും മോശമാണത്. ആ കളർ തന്നെ കണ്ട, വല്ലാത്തൊരു കളറിലിരിക്കുന്നു. നമ്മൾ ബോംബെ എത്തി. ബോംബെ ഉണ്ടാടി, ബോംബെ പോർട്ട്. എനിക്കത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കൂടിയ പോർട്ടാണ്. അതെന്തായാലും വെളിയിൽ പോയി കാണിക്കാം. വെളിയിലെങ്ങനെ പോകും? വെളി എന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ വെളി, നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് പോയി നിൽക്കാവുന്ന. ഡാഡി കോൺഫ്ലേക്സ് എടുത്തു, പക്ഷെ പാല് കണ്ട വെള്ളം. ഞാൻ പറഞ്ഞല്ലേ എണ്ണ എടുക്കണ്ടത്. ഞാൻ അതുകൊണ്ട് പുഴുകിയ മുട്ട മാത്രം കഴിച്ചു. ശരിക്കും ഇറ്റ്സ് ലൈക്ക് അൺബിലീവബിൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷമായിട്ട് ഇത്രയും ബാഡായിട്ടുള്ളൊരു ഫുഡ് ഫുഡും കഴിച്ചിട്ടില്ല. നമ്മൾ ഏറ്റവും ചെറിയ തട്ടുകടയിൽ പോയാലും കഴിക്കുന്ന സാധനത്തിന് ഒരു ബേസിക് ടേസ്റ്റ് കാണുമല്ലോ. ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളൂ, എന്നാലും ഒരു ബേസിക് ടേസ്റ്റ് കാണുമല്ലോ. ഒരു മായം ചേർത്ത ഫുഡ് പോലെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് സീ ദിസ്, ഇത് പാലാന്ന് ആരെങ്കിലും പറയുമോ? ഹോട്ട് മിൽക്ക് എന്ന് പറഞ്ഞ് വെക്കുമോ? ജസ്റ്റ് സീ ദിസ്, ലൈക്ക് പ്യുവർ വാട്ടർ. It's so bad. I don't know why they are doing this. ഇത്രയും പൈസ വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ മുംബൈ എത്തിയിട്ടുണ്ട്. അപ്പം മിക്കവരും ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് എങ്ങാനും ഇത്രയും കണ്ടിട്ടും നിങ്ങൾക്ക് ഈ ക്രൂസിൽ നമ്മൾ മുംബൈ വരെ വരുമോ, അതിൻ്റെ അപ്പുറം വരെ പോവല്ലേ, ഗോവ വരെ ഒന്നും പോകണ്ട. കാരണം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം. ഇനിയും ഞാൻ പറഞ്ഞ പോലെ ഇത് റെക്കമെൻഡ് ചെയ്യില്ല, ഒട്ടും റെക്കമെൻഡ് ചെയ്യണമല്ല ഇത് വരാനായിട്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം മുംബൈ വരെ വരിക. ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് വേണമെങ്കിൽ മുംബൈ കറങ്ങാം, അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. എന്തായാലും മുംബൈ പോർട്ട്, ഇവിടെ കുറേ നേവി ഷിപ്സും അതൊക്കെ കിടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. ആൻഡ് മുംബൈ ശരിക്കും ഒരു ഫീലിംഗ് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇറങ്ങാൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇനി മുംബൈ സിറ്റി വരെ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും അധികം ടൈം ഒന്നും കിട്ടില്ല എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെക്ടിക്. ഇവിടെ ട്രാഫിക് ഒക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ശരിക്കും ഇവിടെ ഇറങ്ങി നമുക്ക് കറങ്ങാൻ വേണമെങ്കിൽ പോവാം. പക്ഷേ വോണ്ട് റെക്കമെൻഡ്. ഞങ്ങൾ ക്രൂസിലുള്ള ആൾക്കാരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാഫിനോടും പറഞ്ഞു ഭയങ്കര പാടായിരിക്കും എന്ന്. സോ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പിന്നെ തിരിച്ച് കയറാനായിട്ട് അറിയാമല്ലോ, ചെക്കിനൊക്കെ ഭയങ്കര കയോട്ടിക് ആയിരിക്കും. പിന്നെ ഒന്നും തള്ളൊക്കെ കൊണ്ട് കയറേണ്ടി വരും. സോ ഞങ്ങൾ മുംബൈയിൽ എവിടെയും പോകുന്നില്ല. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഇന്ന് കാണിക്കാം. ഇനിയിപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരെ ജിമ്മിൽ പോവാണ്. ജിം കഴിഞ്ഞ് സ്പാ മസാജ് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അതല്ലാതെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഫൈനൽ ഡേ ഇൻ അവർ ഫസ്റ്റ് ലക്ഷറി ക്രൂസ്. എന്തായാലും ഒരു സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ പോയവർക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുമല്ലോ. ആൻഡ് ഇനി നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം ഇതിലേക്ക് വരണോ വേണ്ടയോ എന്ന്. അല്ലെങ്കിൽ കുറേ പേര് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വേറെ കുറേ പേര് ഫസ്റ്റ് ടൈം വന്നിട്ട് പൈസ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയവരും ഉണ്ട്. സോ അതുപോലൊരു അവസ്ഥ എന്തായാലും വരില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്, ഇന്നെക്കാട്ടി ഞാൻ ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാനില്ല. അങ്ങനെ എല്ലാ ആസ്പെക്റ്റും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈസ പോയെങ്കിലും ആരുടെങ്കിലൊക്കെ പൈസ കുറച്ച് ചിലപ്പോൾ സേവ് ആവും.
അപ്പൊ നന്നായി ജിമ്മൊക്കെ ചെയ്ത് ഞാൻ റൂമിലേക്ക് എത്തിയപ്പോ ഒരാൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു രാവിലെ. തല മാത്രം കാണാം. വേദു ബോംബെ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും തുറന്ന് കാണിച്ചു കൊടുക്കും. വേദു ബോംബെയിലാന്ന് പറ പറയുന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതെവിടെയാ? ആ ബോംബെയിലെ ഷിപ്പ് എത്തിന്ന് വേദു പറയുന്നു. ഇത് ഇപ്പം ബോംബെ എത്തിയോണ്ട് എല്ലാ റൂമും ക്ലീൻ ചെയ്യും. മിക്കവരും ബോംബെയിൽ ഇറങ്ങി, ഞങ്ങൾ ഗോവയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോൾ നോക്കിയാലും നമുക്ക് ഈ ഒരേ സ്റ്റാഫാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് വർക്കിംഗ് 24 hours. എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് സ്റ്റാഫാണ് ഇവിടെ. ആൻഡ് ഭയങ്കര കേർട്ടീസ് ആണ്. അവർ ഓവർ വർക്ക്ഡ് ആണ്, അവരുടെ മുഖത്തുനിന്ന് അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ഇറ്റ്സ് ലൈക്ക് സല്യൂട്ട് ടു ദം. കാരണം ഐ കാൺ ബിലീവ് ദ സ്ട്രെസ് ദേ ആർ ഹാൻഡ്ലിങ്. പ്ലസ് അവരൊരു ബയോ ബബിളിലൊക്കെയാണ്. സോ അവർക്ക് ഷിപ്പിൻ്റെ വെളിയിൽ പോയി ഫാമിലീസിനെ കാണാൻ അങ്ങനെയൊന്നും പറ്റാറില്ല. ആ സമയത്ത് ഇവിടെ കയറ്റി വിടുന്നവരെയോ RT-PCR ടെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചെക്കും ചെയ്തിട്ടില്ല RT-PCR ടെസ്റ്റ് ഒന്നും. സോ ജസ്റ്റ് കയറ്റി വിടുക, അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല. സോ ഇവർക്ക് ശരിക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇതാണ് മസാജ്. ഞാൻ കാണിച്ചു തന്നല്ലോ മസാജ് പാർലറൊക്കെ. ഷിപ്പിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം റിലാക്സേഷൻ ആണല്ലോ വരുന്നത്. ഞാൻ ഇവിടെ മാത്രമേ ശരിക്കും റിലാക്സേഷൻ കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും തിരക്കല്ലേ, നിങ്ങൾ കണ്ടില്ലേ. ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ഡീപ്പ് ടിഷ്യൂ മസാജാണ്. 1 hourത്തേക്ക് ഏകദേശം ഒരു $80 വരുന്നുണ്ട്. സോ 870 അറൗണ്ട് 6000 രൂപയാണ് വരുന്നത്. പ്രിയയ്ക്ക് ഹെയർ വാഷും ഫുഡ് മസാജുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് പ്രിയ വൈകുന്നേരം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പ്രിയ വരുന്നത്. സോ മസാജ് എങ്ങനെയുണ്ട്, മസാജ് റൂം എങ്ങനെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. മസാജിന് കയറുവാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ മെയിനായിട്ട് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ബാർ മെനുവും ഫുഡ് മെനുവും മസാജ് മെനു ഒക്കെ കാണുമ്പോൾ എല്ലാത്തിലും പ്രൈസ് ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്യും. ഏകദേശം ഒരു 20% കൂടെ ആഡ് ചെയ്യണം. കാരണം അത്രയധികം ടാക്സും ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞ് ചാർജ് ഉണ്ട്. അടുത്ത മസാജിന് $80 ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ ടാക്സ് $110, $105 കണ്ടായി. സോ $25 എന്ന് പറയുമ്പോൾ വെളിയിലത്തെ ഒരു മസാജിൻ്റെ റേറ്റ് തന്നെ ഓൾമോസ്റ്റ് ആയി ഒരു 1500-2000 രൂപയുടെ അടുത്ത് എക്സ്ട്രാ ആയി. സോ മെനു കാണുന്ന അല്ല ശരിക്കുള്ള പ്രൈസ്. അതിൻ്റെ കൂടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 20% ആഡ് ചെയ്യുക. എന്താണെങ്കിലും, വെള്ളമാണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഫുഡാണെങ്കിലും മസാജ് ആണെങ്കിലും എന്താണെങ്കിലും 20% കൂടെ ആഡ് ചെയ്യുക. ഗൈസ്, ഇതാണ് മസാജ് വിത്ത് വ്യൂ എന്നൊക്കെ പറയുന്നത്. അടിപൊളി വ്യൂ ആണ് ഇത്. മസാജ് ടേബിള്, ഇവിടെ ഒരു ഷവറൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു മിററുണ്ട്, എല്ലാ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, ബാത്റൂം ഉണ്ട്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി ക്ലീൻ, വെരി പ്രൊഫഷണൽ ആൻഡ് ലുക്സ് അമേസിങ്. കിടന്നുകൊണ്ട് ഇവിടെ വെച്ചായിരിക്കും മസാജ് ചെയ്യുന്നത്. അടിപൊളിയല്ലേ? മസാജ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ ഡീപ് ടിഷ്യൂ മസാജ് എടുത്ത് 1 മണിക്കൂർ. ഇറ്റ് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് ക്രൂസിൽ എൻജോയ് ചെയ്ത് ഇത് തന്നെയായിരുന്നു. ഇനി വൈകുന്നേരം പ്രിയ വരും ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ഇനി റൂമിൽ പോയി ലഞ്ച്. ഇന്നിപ്പം മുംബൈയിൽ നിന്ന് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോയി ലഞ്ച് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെയും മുന്തും തള്ളുവോ. വേഗം പോയി ഡാഡിയും പ്രിയ ആയിട്ട് ലഞ്ച് കഴിക്കാം. ഹോപ്പ്ഫുള്ളി ഇന്ന് എന്തെങ്കിലും ഒരൈറ്റമെങ്കിലും അടിപൊളിയാവാൻ പ്രാർത്ഥിക്കാം. ഭയങ്കര വിശപ്പ്. വർക്കൗട്ടും കഴിഞ്ഞു, മസാജും ചെയ്തു. ഇന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇന്ന് ക്രീം ആൻഡ് മഷ്റൂം സൂപ്പാണ് ആൻഡ് ചിക്കൻ, തന്തൂരി ചിക്കൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ഒരു സാലഡ് വിത്ത് സം ബ്ലൂ ചീസ് ഡ്രസ്സിങ്. അല്ലാതെ മെയിൻ കോഴ്സ് ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിച്ചു തരാം. പിന്നെ എൻ്റെ മസാജ് സൂപ്പർ ആയിരുന്നേ. അത് പറയണം കേട്ടാ. ഇതും SQ കൊച്ചിന്നാണ്. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഷർട്ട്. ഡാഡി ഷർട്ട് കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടമായി ഷർട്ട്. അപ്പൊ എന്റെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സിങ് ഇത്രയും ഒരു ഷർട്ട് ആണെങ്കിൽ ഇത്ര ഒരു കോൺഷ്യസ് ഇഫേർട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഞാനായിരിക്കും ഷോപ്പിംഗ്, ഫ്രീ ആയിരിക്കില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിയക്ക് ഹെയർ വാഷിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കണം. നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ക്രൂസ് ആണ്. നമ്മുടെ അഭിപ്രായം പറയണം. 1200 പേരാണ് ഇന്ന് കയറാൻ പോകുന്നത്. വേഗം കഴിച്ചോ. ഇന്നത്തെ തന്തൂരി ചിക്കൻ ആക്ച്വലി അത്യാവശ്യത്തിനെയും കാട്ടി നന്നായിട്ടുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം. ഇവിടെ വെരി നൈസ്. ഈ കോസ്റ്റ് കട്ടിങ് ഭയങ്കരമായിട്ട് വിസിബിൾ ആണ്. ക്രൂസ് ഞാൻ പറഞ്ഞില്ലേ, കമ്പയർ ടു ഇന്റർനാഷണൽ ക്രൂസസ് ഇറ്റ്സ് മച്ച് ചീപ്പർ. വളരെ വില കുറവാണ്. ഇവിടെ ഇപ്പം എനിക്കിപ്പോൾ ഒരു 4 days 30,000 rupees 40,000 rupees ആകുമ്പോൾ ഇന്റർനാഷണൽ ക്രൂസ് ചിലപ്പോൾ ഒരു 75,000 ആവും 4 daysത്തേക്കൊക്കെ ആണെങ്കിൽ. പക്ഷെ ആ ഒരു ഡിഫറൻസിൽ ഇവിടെ കോസ്റ്റ് കട്ടിങ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അറിയുന്നുണ്ട്. കാരണം ആക്ടിവിറ്റീസും അവരുടെ ഷോസ്, ഇപ്പൊ ഇന്നലെ ഒരു ദിവസം ഷോ ഇല്ലായിരുന്നു. സോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ അവർ കോസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ട്. പാലിൽ വെള്ളം ചേർക്കുക, ഈ ഡ്രൈ ഐറ്റംസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പൊ തന്തൂരി ചിക്കനോ ബീഫ് ഫ്രൈയോ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അത് അവർ ലിമിറ്റഡ് ആയിട്ടേ സെർവ് ചെയ്യുള്ളൂ. എന്നിട്ട് വേഗം തീർന്നു പോയി എന്നുള്ള രീതിയിൽ പറയും.
സോ അതൊക്കെയാണ് കൂടുതൽ എക്സ്പെൻസ് ആവുന്നത്. സോ അതൊക്കെ ഒരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭയങ്കരമായിട്ട് എവിടെയാണ്. റൂമിൽ വെള്ളം ഡെയിലി സെർവ് ചെയ്യുന്നില്ല, നമ്മൾ ചോദിച്ചാലേ തരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം വാങ്ങണം. സോ അങ്ങനെ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാനും സമ്മതിക്കില്ല അവര്. സോ അങ്ങനത്തെ ഒക്കെ ഒരുപാട് രീതിയിൽ അവർ കോസ്റ്റ് കട്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ലക്ഷറി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ലക്ഷറി ക്രൂസ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു. ഇൻഫാക്ട് ഇവിടെ വർക്ക് ചെയ്ത ക്രൂ ആൾക്കാരോട് ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോഴും അവർക്ക് ആർക്കും ഇതൊരു ലക്ഷറി ക്രൂസ് ആയിട്ട് പറയുന്നില്ല. എല്ലാവരും ഇന്റർനാഷണൽ ക്രൂസിൽ വർക്ക് ചെയ്തത്. കാരണം അത്രയും അടിപൊളി ക്രൂ ആണ് ഇവരുടെ കയ്യിൽ. ഒരു കാർണിവൽ ക്രൂസിലോ MSCയിലോ റോയൽ കരേബിയനിലൊക്കെ വർക്ക് ചെയ്തവരാണ്. സോ അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ബാക്കി കൺക്ലൂഷൻ എന്തായാലും ലാസ്റ്റ് പറയാം. ഇന്നത്തെ ആക്ടിവിറ്റീസും കൂടെ കാണട്ടെ. വീണ്ടും ഒന്നും തള്ളുവായി, ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ കയറി തുടങ്ങിയതാവും. വീണ്ടും ഒന്നും തള്ളുവായിന്ന് ആൾക്കാർ കയറി തുടങ്ങി. കയറി ഇവരൊക്കെ ബോംബെ എന്നാ ഞാൻ ചോദിച്ചു. ഈ യെല്ലോ ഷർട്ട് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് കണ്ടോ, ഒരുപാട് യെല്ലോ ഷർട്ട്സ് ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പ്സ് കുറേ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ തിരക്ക് വരുന്നത്. ഡയറ്റിലായ പ്രിയ വരുന്നുണ്ട്. ആക്ടിവിറ്റി വല്ലതും കാണിക്കുക. നിങ്ങൾ ഫുഡ് എടുക്കാൻ പോകുമ്പോ റിസോർട്ട് എടുക്കാൻ പോകുമ്പോ എനിക്ക് നേരത്തെ എടുത്ത് വെക്കണം. കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ എന്താ, ഇതൊക്കെ ഉള്ളായിരുന്നു. എനിക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നു, അതൊന്നുമില്ല. ഇതില്ലാത്തോണ്ട് എല്ലാം എടുക്കേണ്ടി വന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇത്രയും നിർത്തായിരുന്നു. ഇത് മാത്രം എടുത്ത് നിർത്തിയേനെ. ഇതിപ്പോ കണ്ടോ, ഇത് എടുക്കാം, ഇത് കുറച്ചുള്ളതുകൊണ്ട് ഇതെല്ലാം എടുത്തു ഞാൻ. അത് ഇനി തൊട്ടേ എടുക്കാം. ഓഹോ, ഒരാൾ ഇവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ക്യാമറ ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. ഡാഡിനെ ഷൂട്ട് ചെയ്യും. അത് വേദു തന്നെയാ. വേദു ക്യാമറ തിരിക്കേ. എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. വേദു ആണേ വ്ളോഗ് ചെയ്തേ. ഹായ് വേദു. നീ വേദുവിനെ കാണിക്കുക. ആ വേദു ഹായ് എന്ന് പറ. ഐ ലവ് യു എന്ന് പറ എല്ലാരോടും. ഉമ്മ കൊടുക്ക്. ആ എല്ലാവർക്കും വേദന ഇഷ്ടമാണല്ലോ. ഇത് അപ്പനെ കാണിക്ക്. അപ്പ ഔട്ട് ഓഫ് ഫോക്കസ്. ഹായ് ഹായ് എവരിവൺ. അമ്മ എവിടെ പോയി? അമ്മയില്ല. വേദു ഓഫ് ചെയ്തേക്കമ്മ. ഈ ബോംബെയിൽ ഇപ്പൊ ഷിപ്പ് നിർത്തിയിട്ടിരിക്കുകയാണല്ലോ, അപ്പൊ ശരിക്കും അവർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വെക്കണ്ട. കാരണം നമ്മൾ ബോർ അടിച്ചിരിക്കുവാണ്, പക്ഷെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇനി ഷിപ്പ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് തുടങ്ങുള്ളൂ. സോ രാവിലെ 9 to ഒരു ഈവനിങ് 5 വരെയൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ കണ്ട. ആരുടെയൊക്കെയോ അണ്ടർവെയറും ഷോർട്സ് ഒക്കെ ഇവിടെ ഉണക്കായിട്ടിരിക്കുന്നു പബ്ലിക് പ്ലേസസിൽ. അത് കണ്ട, ആരുടെയോ അണ്ടർവെയറും ഷോർട്സ് ഒക്കെ ടേബിൾ ഉണക്കായിട്ടിരിക്കുന്നു. ഇതേ ബാക്കി നോക്ക്. ഇത് കണ്ട, ഇങ്ങനെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറെ ആക്ടിവിറ്റീസിൽ 11 to 11:30 സിംഗിൾസ് ഗെറ്റ് ടുഗദർ. ഒരു ഡേറ്റിംഗ് സെറ്റപ്പാ. ഡാഡി ഞാനും സിംഗിൾസ് തന്നെയാ. ഡാഡിക്ക് പോവാലോ, ഷിപ്പിൽ സിംഗിൾ അല്ലേ. അതെങ്ങനെയാ നമുക്ക് സിംഗിൾസിനെ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ പോയി ഡേറ്റിംഗ് ഒക്കെ ചെയ്യണം. ഡാഡി പോ ഡാഡി. 11 to 11:30 സിംഗിൾസ് ഗെറ്റ് ടുഗദർ. അപ്പൊ ഇന്നത്തെ കുറെ ആക്ടിവിറ്റീസ് കാണിക്കും. ബിങ്കോ ഉണ്ട്. ബിങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പോല, അത് കാണിക്കാം. 5 മണിക്ക് ഇവിടുന്ന് സെയിലിംഗ് തുടങ്ങും. അപ്പൊ അതിന്റെ ഒരു പൂൾ സൈഡിൽ പാർട്ടി ഉണ്ട്. ചിൽഡ്രൻസ് ആക്ടിവിറ്റി ഉണ്ട് വേദുവിന്. ഇന്ത്യ ത്രൂ മൂവീസ് ഉണ്ട്. ഒരു ബോളിവുഡ് ഡാൻസ് ഉണ്ട്. പിന്നെ 11:30 കഴിഞ്ഞ് ഒരു 3 മണി വരെ അഡൽട്സ് ഓൺലി നൈറ്റ് ക്ലബ് ആണ്. ഓക്കെ പ്രിയ, അപ്പൊ ഗോ ഹാവ് സം റിലാക്സിങ് ടൈം ആൻഡ് കം ബാക്ക്. ഒരു വലിയ ചടങ്ങ് തന്നെയാണല്ലോ ഹെയർ വാഷ്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ സ്പായ. ഏറ്റവും ബെസ്റ്റ്, നല്ല സ്പായാണ്. ഐ എം ഷുവർ. പിന്നെ മറ്റേ എണ്ണ ഏതാ, അലർജി വരുമോ, 100 ഡൗട്ട്സ് ആണുള്ളത്. ലൈഫിൽ പൊതുവെ ബ്രേക്ക് ലൈഫിൽ പൊതുവെ ഫുൾ ചോദിച്ചു ഞങ്ങളാ. എല്ലാത്തിനും ഒരു ഡബിൾ തോട്ട്സ്, ട്രിപ്പിൾ തോട്ട്സ് ഒക്കെയാണ്. എന്തായാലും പോയിട്ട് വാ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്നെ പണ്ണാലും ഒരു ഡയലോഗ് ഉണ്ട് വിജയുടെ. വിജയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഡയലോഗ് ഇസ് ഫേമസ്. അതുപോലെ വടിവേലുടെ ഡയലോഗ് ആയിരിക്കും. വടിവേലു വന്നു. കുറച്ചാ വടിവേലു അതുമാത്രല്ല, കറക്റ്റ് ടൈമാ പറയാ. ഹെയർ സ്റ്റൈല് വടിവേലുന്റെ അല്ല, ഞാൻ പറയട്ടെ, വടിവേലു ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു പോക്കിരി രാജ, പോക്കിരിയില് അതുപോലെ തന്നെ ഉണ്ട്. എന്നെ പണ്ണാലും പ്ലാൻ പണി പണ്ണണം, അതാണ് ഡയലോഗ്. അത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വടിവേലു ആണെന്ന് തോന്നുന്നുണ്ട്. അന്ന് പോയി പ്ലാൻ
പ്ലാൻ ചെയ്ത് പോയി ചെയ്തിട്ട് പോവാ. അപ്പൊ എന്തായാലും വന്നിട്ട് അഭിപ്രായം പറയാം. ഞാനും വേദവും കുറച്ചേരം റിലാക്സ് ചെയ്യാൻ പോവാ, ഉറങ്ങാൻ പോന്നു. കാരണം വൈകുന്നേരം തൊട്ട് ഫുൾ ലൈവ്ലി അല്ലേ. അപ്പൊ ഞാനോ എന്ത് യൂസ് ലെഫ്റ്റ് ഞാൻ പറഞ്ഞില്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട്. എത്ര നേരം ഉറങ്ങിയെന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്യൂ, എത്ര മണിക്കൂർ. ഡാഡി, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വൈകുന്നേരം കടലയൊക്കെ പുഴിയ കടല കഴിക്കുന്ന ഡാഡി. 5 സ്റ്റാർ ക്രൂസ് ആണ്. ഞാൻ അതും കഴിച്ചില്ല. അത് ഹാർഡാ, ആടായതുകൊണ്ടാണ് 2 കഴിച്ചിട്ട് ബാക്കി കളഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. പ്രിയ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതാണ് ശരിക്കുള്ള ഒരു ക്രൂസ് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴെങ്കിലും ദിവസമായിട്ട് ഇനി നമുക്കൊരു പ്രോപ്പർ ക്രൂസിന് പോകാൻ പറ്റും. ഇതൊരു ബഡ്ജറ്റ് ക്രൂസ്, അത്രേ നിങ്ങൾ കരുതാൻ പാടുള്ളൂ. അതിനപ്പുറം ഇല്ല അല്ലേ ഡാഡി? പൈസ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതെ, ക്രൂസിന്റെ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ്, പക്ഷെ പൈസ എക്സ്പെൻസീവാ. അതിനുള്ള എന്തായാലും ഒന്നുമില്ല. പക്ഷെ അത് നമ്മള് പിന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഷിപ്പിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് റിയലി ഗുഡ്. ഷിപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത്. അതെ, ആൻഡ് സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ഈവനിങ് ഇപ്പൊ നമ്മൾ ബോംബെ നിന്ന് വിടാറായി. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. വേദു നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ബിസ്ക്കറ്റ് കിട്ടി. ഭയങ്കര മോശമായി ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധിക്കണമായിരുന്നു. അതെ, കാരണം ഫുഡാണ് ക്രൂസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. അത് ബാക്കിയുള്ള ക്രൂസ് ആണ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ജ്യൂസും ഫ്രൂട്ട്സും ബിസ്ക്കറ്റ്സും ഐസ്ക്രീംസും ഒക്കെ 4-5 സ്ഥലത്ത് കാണും. ശരിക്കുള്ള ക്രൂസേ ആൽക്കഹോൾ ആണെങ്കിൽ അത് ആ വഴി വേറെ കാണും. ഫുഡാണെങ്കിൽ ബർഗേഴ്സും ഈ ചെറിയ ചെറിയ സ്നാക്സ് 24 hours കാണും. അതാണ് ശരിക്കും ക്രൂസ്. എന്താഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ലോകം പോലെ ആയിരിക്കണം. ഇത് ശരിക്കും ഒരു സ്വപ്ന ലോകം പോലെയല്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്വപ്നം കാണില്ല. ചെയ്തുകൊണ്ട് വെക്കുന്ന ഒരു 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീരും. പിന്നെ പറയാ ഇല്ലെന്ന് പറയും. അത് കൊടുക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. ആ കൗണ്ടർ തന്നെ ക്ലോസ് ചെയ്തു. അതെ ഡാഡി, വൈകുന്നേരത്തെ ഫുഡ് മോശമാവും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ ഫുഡ് തന്നെ എടുത്തുകൊണ്ട് റൂമിൽ വെച്ചു വൈകുന്നേരം കഴിക്കാൻ. എങ്ങനെയുണ്ട് ഐഡിയ? നമുക്ക് ഉറപ്പായിരുന്നു ഇതാണ് രാവിലെ ആകെ കൂടെ കഴിക്കാൻ കൊള്ളാവുന്ന 2 സാധനം. അത് രണ്ടും കൊണ്ട് വെച്ചിട്ടുണ്ട് റൂമില്. എങ്ങനെ ഉണ്ടായിരുന്നു? ട്രൈ ചെയ്തില്ല, സൺസെറ്റ് മിസ് ചെയ്യും, സമയം കുറെ എടുക്കും. ഞാൻ മതി ഉണക്കിയത് ഞാൻ വേഗം ഓടി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നന്നായിട്ട് മസാജൊക്കെ ചെയ്തു. ബെറ്റർ ദാൻ ഡൂയിങ് വെറുതെ ഹെയർ വാഷ്. ബിക്കോസ് ഞാൻ ട്രീറ്റഡ് ഹെയറിനെ ഞാൻ കുറച്ച് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇടാനാണ്. അപ്പൊ ഇതിനെ കുറിച്ച് അധികം പറയുന്നില്ല. പ്രിയയുടെ ഹെയർ വാഷ്ഡ് ആ മുടി കഴുകാൻ എത്ര രൂപയെന്ന് അറിയോ? $55. പക്ഷെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ്സ് ഉള്ളതുകൊണ്ട് അത് ഞാൻ അതിൽ നിന്ന് തന്നെ ഡിഡക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4000 രൂപയും കാണാണ്ട്. ഷിപ്പ് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. നിങ്ങൾ പോയി പ്രിയയുടെ ഹെയർ വാഷിംഗ് വ്ളോഗ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പൊ ഗൈസ്, ഞാൻ ആദ്യം വെറുതെ ഹെയർ വാഷ് ആണ് പറഞ്ഞത്. പക്ഷെ ഹെയർ വാഷിന് അവര് ഇവിടെ കോസ്റ്റ് ചെയ്യുന്നത് $40 ആണ്. പക്ഷെ ഞാൻ അവരുടെ നോക്കിയപ്പോ $42 ദേ ആർ ഡൂയിങ് സ്പാ ട്രീറ്റ്മെന്റ് ഫോർ ഹെയർ. അപ്പൊ അതല്ലേ ഭേദം. വെറുതെ ഹെയർ വാഷ് ചെയ്ത് $40 കൊടുക്കുന്നേക്കാളും ഭേദമല്ലേ 42 കൊടുത്ത് സ്പാ എടുക്കുന്നത്. അതിലെന്തായാലും വാഷും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ദില്ലുവിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും അതിലേക്ക് 42യുടെ സ്പാ എടുക്കാന്ന് വെച്ചു. ഒന്നാമത് ഇപ്പൊ എന്റെ ട്രീറ്റഡ് ഹെയർ ആണ്. സോ സ്പാ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് മുടിക്ക് നല്ലതാണല്ലോ. അതിലെന്തായാലും വാഷും ഉണ്ട്. അപ്പൊ ഞാൻ സ്പാ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഷിപ്പിലെ ക്രൂസിലെ സലോൺ. ഇവിടെയാണ് ഞാനിപ്പോൾ സ്പാ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. പെഡിക്യൂർ മാനിക്യൂറിനൊക്കെ ഉണ്ട്. ആൻഡ് മസാജിങ് എന്തായാലും ദില്ലു കാണിച്ചിട്ടുണ്ടാവുമല്ലോ, മസാജിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന റൂം. എൻ്റെ ഹെയർ വാഷ് ചെയ്തു. അവരിപ്പോൾ ഹെയർ സ്പാൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷാമ്പൂ ഇട്ടാണ് വാഷ് ചെയ്തത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ആ മസാജ് കരോക്കെ ഈ प्रोडक्ट यूज ചെയ്ത് അത് മസാജ് ചെയ്യും. मसाज करके आप क्या करोगे उसके बाद? मसाज करके भी थोड़ी देर रखेंगे और हेयर वॉश करेंगे. तो भी ये प्रोडक्ट का ही शैम्पू यूज करेंगे ना? हाँ, ये प्रोडक्ट और कंडीशनर भी है उसके बाद സെയിം പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അവർ മസാജ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്ത് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ചെയ്യും. ഇത് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഹെയർ കളർ ചെയ്തവർക്കാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഹെയർ കളർ ചെയ്തവർക്കും സെക്കൻഡ് വന്നിട്ട് ഹെയർ ഡാമേജ് ആയിട്ടുള്ളവർക്കും.
എനിക്ക് മെയിനായിട്ട് കളർ ചെയ്തത് കൊണ്ടിട്ട് ഞാൻ സ്പാ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് മുടിക്ക് സ്പാ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡ്രൈ ഹെയർ ഉണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഹെയർ ഡാമേജ് ആവുമല്ലോ, അവർക്കും ഇങ്ങനത്തെ സ്പാ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് ഹെയർ. ഇനി അങ്ങോട്ട് പാർട്ടി ആയിരിക്കും, ബോംബെ ക്രൗഡല്ല ഫുൾ. അപ്പൊ ഇങ്ങനത്തെ പാർട്ടി മൂഡും പാർട്ടി ഡാൻസും അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഇനി മൊത്തം. ഈ കാണുന്നത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയുള്ള ഒരു ഐസ് ബ്രേക്കർ എന്നൊക്കെ പറയും. സോ ദാറ്റ് ഇവർ ഒരു 3 ദിവസത്തേക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവും. നമ്മുടെ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഏത് എവിടെ പോവാ? എവിടെ? സ്കൂളിൽ പോവാണോ മോൻ? ഇത് സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു എൻതൂസിയാസം ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കൊന്ന് ബോംബെ നിന്ന് വിടാറായി തോന്നുന്നു. ഹോണൊക്കെ അടിക്കുന്നുണ്ട് ഷിപ്പ്. എല്ലാ പാരന്റ്സും കുട്ടികളെ ആക്കിയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാ. ഇവിടെ വിട്ടിട്ട് പിന്നെ പോവാലോ പാർട്ടിക്ക് അതിനൊക്കെ. ഗൈസ്, നമ്മളിപ്പോ മെന്റലിസ്റ്റ് ഷോ ആണ് കാണാൻ വന്നിരിക്കുന്നത്. എന്താ മെന്റലിസ്റ്റ്? ആ അത് തന്നെ. ആ പറന്നാ നമ്മുടെ ഉള്ളടക്കോ? ഉള്ളടക്ക സിനിമയല്ല, നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ. അത് തന്നെ അല്ലേ? അതെ. അതല്ല, അത് സൈക്കാട്രിസ്റ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ കുറെ മൈൻഡ് റീഡിങ്ങും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കേരളത്തിലുണ്ട് ഒരു ഫേമസ് മൈൻഡ് റീഡിങ്, എനിക്കെന്തോ അനന്തുവോ അങ്ങനെ എന്തോ ആണ്. ആ ക്യാരക്ടറാണ് ജയസൂര്യ മറ്റേ പ്രേതത്തിൽ എന്തോ ചെയ്തതെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ, അങ്ങനെ എന്തോ ഉണ്ട്. ഐ ഫോർഗോട്ട് ദ നെയിം, പേര് പറഞ്ഞു. യാ, അപ്പൊ ഈവനിങ് നമ്മൾ മേളിൽ കുറെ ഡാൻസ് ഒക്കെ കളിച്ചു വന്നു. ഇനിയിപ്പോ ഉണ്ട്, അത് റീഡബിൾ അല്ല പ്രിയ, അത് റൈറ്റ് ഓൺലിയാ, നോട്ട് റീഡബിൾ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ഇനിയിപ്പോ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് മേളിൽ അവിടെ പാർട്ടി നടക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കാണണമെങ്കിൽ താഴെ വന്ന് ഈ ഒരു മാജിക് ഷോ ഒക്കെ കാണാം. സോ നമ്മുടെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഉള്ളത് ആ ഒരു ഡാൻസും ആ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് ഫണ്ണാണ്. ഇത് My status, I am a magician, illusionist and mentalist. Or usually ഇങ്ങനെയാണ് മെന്റലിസ്റ്റ്. സ്റ്റാർ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട്, ജി ടി വിയിലൊക്കെ. തേജസ് എന്ന പേര്. പ്രിയ വീണ്ടും അടി, പ്രിയ വീണ്ടും അടി. കാരണം എപ്പോഴും ഉള്ളത് ഇവിടെ. ഭയങ്കര അടിയാ എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും റിസപ്ഷനിൽ പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. പോലെ നടക്കുവാണ്. നമ്മൾ അവിടുത്തെ മാജിക് ഷോ ഞാൻ കുറെ ആക്ടിവിറ്റീസ് കാണിച്ചു തരാം. മേളിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ദിവസവും ഓരോരോ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ തമ്പോല നടക്കുവാണ്. അതുപോലെ നല്ല ആംബിയൻസ് ആണ്. ഇത് ബാറാണ്. ബാറിലാണ് ഇങ്ങനത്തെ ഫങ്ഷൻസ് നടക്കുന്നത്. പക്ഷെ ഒരു ഫണ്ണാണ്. ഇപ്പൊ ചിലവർക്ക് ഡാൻസും മാജിക് ആയിരിക്കും ഇഷ്ടം, അത് കാണാം. ആ സമയത്ത് 15 ചിലവർക്ക് ഗെയിംസ് ആയിരിക്കും ഇഷ്ടം, അപ്പൊ അത് കളിക്കാം. സോ അതേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഒന്നും ഒരു സംഭവമല്ല. നമ്മളെ ഇത് കണ്ട ഷോ ആണ്, പക്ഷെ ഓഡിയൻസ് കാണിക്കാൻ വേണ്ടി പ്രിയയുടെ ഡെഡിക്കേഷൻ കണ്ട. അരമണിക്കൂർ മുമ്പ് വന്ന് പ്രിയയുടെ ഇരിക്കുകയാണ്. പ്രിയയുടെ ഇവിടുന്ന് തന്നെ വീഡിയോ എടുത്ത് കാണിക്കണം. കാരണം ഇതാണ് ഈ ഷിപ്പിലെ ബെസ്റ്റ് ഷോ. അപ്പൊ ഒന്ന് മാക്സിമം നന്നായി കാണിക്കാം എന്ന് പറഞ്ഞു. കാണിക്കാം, ഓക്കെ. വെയിറ്റ് ചെയ്ത് നിങ്ങളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ കണ്ണിക്കൂടെ തന്നെ, അല്ലേ? ഇതിന്റെ കാട്ടി നല്ല വ്യൂ കിട്ടില്ലല്ലോ. Okay, people from Rajasthan, Haryana, UP, Bihar. There you go.
എങ്ങനെയുണ്ടായിരുന്നു ഡാഡി? ഡാഡിക്ക് ഫുൾ എനർജി. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര നല്ലത്. ഇത് മാത്രമാണ് ഭയങ്കര എനർജിയാ പിള്ളേർക്ക്. പിള്ളേർക്ക് ഭയങ്കര എനർജിയാ. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഞാനും ഇവരെയൊക്കെ കളിച്ചോണ്ടിരുന്നത്. ഭയങ്കര എനർജിയാണ്, സമ്മതിച്ചു കൊടുക്കണം. അതെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഷിപ്പിൽ അല്ലേ, ഈ ഒരു ഷോ നമ്പർ 1. ഇത് കണ്ടിട്ട് എല്ലാം ഇതുപോലെ ആവുന്ന വിചാരിക്കുന്നതാണ് തെറ്റ് കാണുന്നത്. നമുക്ക് ഭയങ്കര ആദ്യം കണ്ട expectation മാജിക് ആയിപ്പോയി. ഷോയും കൊള്ളാം. ഫസ്റ്റ് മാജിക് ഷോ. ഇപ്പോഴത്തെ അല്ല, ഇന്നത്തെ അല്ല, ആദ്യത്തെ. ആദ്യത്തെ മാജിക് ഷോ നടന്നു. അപ്പൊ പോയി ഫുഡ് കഴിക്കാം. റെസ്റ്റോറന്റിൽ പോകണ്ട, നമുക്ക് മറ്റേ പോവാത്ത റെസ്റ്റോറന്റ് ഇല്ലേ അവിടെ പോവാം. അവിടെ വലിയ തിരക്ക് കാണില്ല. ബാഡാടി പിന്നെ വെളിയിലും ഡാൻസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പബ്ലിക് ആക്ടിവിറ്റി, ആർക്ക് വേണമെങ്കിലും കളിക്കാം. ഡാൻസ് പഠിപ്പിക്കുന്നതാണ് ബേസിക്കലി. ഇതാണ് മാസ്റ്റർ. ഇതനുസരിച്ച് നമ്മളെല്ലാവരും കളിക്കണം. ഇപ്പൊ ഭയങ്കര ലൈവ്ലി അല്ലേ. അത് ഫസ്റ്റ് ഡേ എപ്പോഴും ഇങ്ങനെയാ. ഇന്നും വല്ല അലമ്പൊന്നുമില്ല. അവിടുത്തെ കുറെ അടി മാത്രം ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഫുഡിന്റെ അവിടെ പോയി നോക്കി, അവിടെ അൺഅപ്രോച്ചബിൾ ആണ്. ഇത് നൈസാണ്, അവിടെ കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ പെയ്ഡ് ആയിട്ടുള്ള സ്ഥലം എന്തായാലും ഒരു തവണ നിങ്ങളെ കാണിക്കണം, എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. അപ്പൊ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചോപ്പ് ഗ്രിൽ എന്നാണ് പേര്, പക്ഷെ ശരിക്കും ചോപ്പ് സ്റ്റിക്സ് എന്നാണ്. അപ്പൊ ലാസ്റ്റ് നൈറ്റ് കുറച്ച് ഇന്റലിജൻസ് ആണ്. ഞാൻ പറഞ്ഞ ഇവിടെ ചോപ്പ് സ്റ്റിക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ലക്ഷറി ആൻഡ് ഫൈൻ ഡൈനിങ് അറ്റ് ഇറ്റ്സ് പീക്ക്. എക്സ്ട്രീംലി വെൽ ഡെക്കറേറ്റഡ് ടേബിൾ. വരുമ്പോൾ തന്നെ നാപ്കിൻസ് ഒക്കെ നമ്മുടെ മേത്തേക്ക് ഇരിക്കും. വെരി ബ്യൂട്ടിഫുൾ ബട്ടർ നൈഫ്, വെൽ പ്ലേസ് ഫോക്ക്, നൈസ് ആംബിയൻസ്, ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്, നോട്ട് അറ്റ് ഓൾ ക്രൗഡഡ്. മറ്റേ മേളത്തിൽ ഇതുമായിട്ട് എന്തൊരു വ്യത്യാസം അല്ലേ. പിന്നെ ഇത് ശരിക്കും ഒരു പ്രോപ്പർ ambience ഉണ്ട് ഇവിടെ. ഭയങ്കര ആംബിയൻസ്. 2 ഗ്ലാസ്സസ്, ഒരു വൈൻ ഗ്ലാസ്, ഒരു വാട്ടർ ഗ്ലാസ്. വേണം മറ്റേ ക്രൂസിലും. ശരിക്കും അല്ലേ, ഇങ്ങനത്തെ ഒരു 3-4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണം. അല്ലാതെ മറ്റേ വലിച്ചു വാരി അടി ഇടി. ഓക്കെ, പിന്നെ ഇത് ഭയങ്കര എന്തൊരു ആംബിയൻസ് അല്ലേ. ഇത് ഇവിടെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് ഫീലിംഗ് ഒക്കെ. അവരവർ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കൊന്ന് സപ്ലൈ ചെയ്യാൻ എന്തിനാ ഈ ബഹളം വയ്ക്കുന്നത്? അത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു $15 കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ, ഓക്കെ, ഒരു ആപ്പറ്റൈസർ അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ സൂപ്പ്, ഒരു ഓൺട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി പോലത്തെ എന്തെങ്കിലും, തായ് കറിയോ ജനറൽ താവസ് കറിയോ അങ്ങനെ എന്തെങ്കിലും, 2 സൈഡ്സ്, സോ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും, ആൻഡ് ഒരു ഡെസേർട്ട്. ഇത്രയും ഓർഡർ ചെയ്യാം. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് എക്സ്പെൻസീവ്. $15 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര, ഒരു 1200 രൂപ. ദാറ്റ്സ് നോട്ട് ടു മച്ച് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ. ആൻഡ് ഐ തിങ്ക് സോ. ഫുഡ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ടല്ലേ പറയാൻ പറ്റില്ല. അതും കൂടെ കഴിഞ്ഞിട്ട് ഇസ് ദിസ് റെക്കമെൻഡഡ് ഓർ നോട്ട് എന്ന് വയ്ക്കാം. പക്ഷേ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്, ബ്യൂട്ടിഫുൾ സർവീസ്. അത് പറയാതിരിക്കാൻ വയ്യ. ഫുഡിൻ്റെ കാര്യം ഫുഡ് വന്നിട്ട് പറയാം. സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട്. ഫൈൻ ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്വാണ്ടിറ്റി ഇത്രേ കാണുള്ളൂ. സോ മറ്റേ ചൈനീസ് റെസ്റ്റോറൻറ്റ് ചെയ്യാനാണ് വിചാരിക്കരുത് ഫൈൻ ഡൈനിങ്. സോ ഇതിൽ പ്രിയക്ക് 2 വലിയ ടൈഗർ പ്രോൺസിൻ്റെ ടെംപ്യോറ. പ്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയറിംഗ് ആണ്. ഷെയറിംഗ് ഇസ് കെയറിംഗ്, അത് ഓർക്കുക. ഡാഡിയുടെയും ടെംപ്യോറ തന്നെ. ഫുഡിന് ഷെയറിംഗ് നോ കെയറിംഗ് ആണ്. അല്ല, അങ്ങനെയല്ല, അത് എനിക്ക് വേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. ആൻഡ് ഇത് ചിക്കൻ സാറ്റ് ഇൻ സം പീനട്ട് സോസ്. ആദ്യം തന്നെ സാറ്റ് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സൂപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഡാഡിക്ക് ആദ്യമേ ടെംപ്യോറ. സോ ദാറ്റ് ഇസ് ഫ്രം ജപ്പാൻ. എങ്ങനെയുണ്ട്? ക്രിസ്പി. ഫ്രഷ് ആണോ പ്രോൺസ്? ഓക്കെ, ഫ്രൈ ചെയ്യുന്നവിടെ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു. കഴിക്കാൻ സമയം. ചിക്കൻ സാറ്റ് ഇസ് ഫ്രം ഇന്തോനേഷ്യ. നോക്കട്ടെ. സാറ്റ് കുറച്ച് ഡ്രൈ ആണ്, ബ്രസ്റ്റ് മീറ്റ് ആയതുകൊണ്ട്. പക്ഷേ ദിസ് പീനട്ട് സോസ് ഇസ് സംതിങ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. So creamy, it's like almost like a peanut butter consistency. It's so nice, so nice. പ്രിയ, ടെമ്പറ എങ്ങനെയുണ്ട്? അല്ല, സാറ്റ് എങ്ങനെയുണ്ട്? ടെമ്പറ ഇത് കഴിക്കണം എന്നുണ്ട്, പക്ഷെ ദില്ലുവിന് ടേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ. അല്ല, ഡാഡിക്ക് 2 ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഡാഡി ഈസ് നോട്ട് ഷെയറിങ്. കടിച്ചിട്ട് ഞാൻ ബാക്കി വെച്ചു. ഓഹോ, എനിക്കപ്പോ മറന്നുപോയി. മറക്കും എന്റെ കാര്യമൊക്കെ. ടെമ്പറയിൽ കുറച്ച് ഉപ്പ് കൂടുതലാണ്. സോയ സോസ് ഇട്ടിട്ടെ നോക്കട്ടെ. സോയ സോസിനേക്കാളും മറ്റേതാണ്. ക്രിസ്പി, പെർഫെക്റ്റ്ലി ഫ്രൈഡ്. ഫ്രോസൺ ആണെങ്കിലും നൈസ് ഹ്യൂജ് ജ്യൂസി പ്രോൺസ്. അമേസിങ്. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യൻ സാറ്റ് കഴിച്ചു, ജാപ്പനീസ് തെറിയാക്കി അല്ല ടെംപ്യോറ കഴിച്ചു. ഇനി ബർമീസ് സൂപ്പാണ്. ഇത് പേരെന്താ, ബോക്ചോയ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. തിക്ക് ക്രീമി കോക്കനട്ടി. ഇറ്റ്സ് സപ്പോസ് ബി ലൈക്ക് ഒരു ഹാർട്ടി സൂപ്പാണ്. ഇറ്റ്സ് ലൈക്ക് നൂഡിൽസ്, ലോട്ട് ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ്, ചിക്കൻ, കുറച്ച് ട്യൂമറിക്. നോക്കട്ടെ.
ഡാഡിക്ക് ഇഷ്ടപ്പെടും, പ്രിയക്ക് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച് ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ്. മുകളിൽ കുറച്ച് സ്പൈസി സോസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടമെന്റ്സ് ആണ്. ശരിക്കും ബർമയിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തറ്റിക് സ്ഥലത്ത് പോയി സെർവ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. എനിക്ക് അത് തോന്നി. പ്രിയക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല, പക്ഷെ ഡാഡിക്ക് ഇഷ്ടപ്പെടും, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേദു ഇതെന്താ? he loves it. Thank you. എന്താ വേദു അത്? എന്താ അത്? വേദുവിന്റെ പാപ്പം. പിസ്സ പാപ്പ. ആദ്യം ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ പാപ്പത്ത എന്റെ അടുത്ത് ചോദിക്കാം എന്റെ തീരോന്ന് പേടിച്ചിട്ട് ഞാൻ വന്ന് പിസ്സ വരുന്നു. അപ്പോഴൊന്ന് ആൾക്ക് സമാധാനമായ. ഇത് ജാപ്പനീസ് ആണ്, ടെറിയാക്കി ചിക്കൻ. സോ ഇറ്റ്സ് ലൈക്ക് എ ഹോൾ ചിക്കൻ ലെഗ് ആൻഡ് തൈ പീസ്. ഒരു ബാർബിക്യൂ ഒക്കെ രീതിയിൽ കുറച്ച് സ്വീറ്റും സോയ സോസ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള സംഭവമായിരിക്കും. ഡാഡിക്ക് ഖങ് പോ ചിക്കൻ, അത് ഡാഡിക്കല്ല, ഇതല്ല ഷെയറിങ് ആണ്. ഇത് ചൈനീസ് ആണ്. ഇനി ഒരു തായ് ഗ്രീൻ കറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജാസ്മിൻ റൈസ്. സ്മാഷിങ്. ഗ്രില്ലിൽ അതിൻ്റെ സ്കിന്നിലൊരു ചാർഡ് ഫ്ലേവർ ഉണ്ട്. അകത്താണെങ്കിൽ ഇറ്റ്സ് വെരി മോയ്സ്റ്റ്, എസ്പെഷ്യലി തൈ പീസ് ആയതുകൊണ്ട്. യു ക്യാൻ ജസ്റ്റ് സീ, ഞാൻ കാണിച്ചു തരാം. ഹൗ ദ ജ്യൂസസ് ആർ ഫ്ലോയിങ് ഫ്രം ദിസ്. ഇതൊക്കെ ചിക്കൻ്റെ ജ്യൂസാണ്. സോ ഇറ്റ്സ് വെരി വെൽ കുക്ക്ഡ്. ഐ കാൺ ബിലീവ് ഇതും മുകളിലത്തെ ഫുഡും ഒരേ റെസ്റ്റോറൻറ്റിലാണ്, ഒരേ ഷിപ്പിലാണ്. ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്. ഇറ്റ് ഇസ് സോ ഡിഫറെൻറ്റ്. ഇറ്റ്സ് ലൈക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയും പ്രസൻറ്റേഷനും ഒക്കെയാണ്. ഇതിൻ്റെ മലയാളവും ഹിന്ദിയും ഇന്ത്യൻ പേരൊന്നും എനിക്കറിയില്ല. ബക്ഷോ എന്ന് പറയും. ഇതെല്ലാത്തിനും കൂടെ സ്റ്റർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. ഇതിൽ കുറച്ച് ഗാർലിക്കാണ് പൊതുവെ ഇടുന്നത്. ഇവിടെ അത് തന്നെ ഇട്ടിരിക്കുന്നത്. തായ്ലൻഡിലെ വളരെ ഫേമസ് ആണ്. ബാക്കി എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഐ ലവ് ഇറ്റ്. അതെ, ഇന്ന് മിക്കവാറും നമ്മുടെ എൻഡിൽ വരുന്ന ഒരു ഫോട്ടോ വേദു എടുക്കുന്ന ഫോട്ടോ ആയിരിക്കാം. വേദു ഡാഡിയുടെ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതിൽ ഒരു ഹാപ്പി ഫാമിലി അപ്പോൾ എഴുതാം. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ വരെ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇനി റൂമിൽ പോകാൻ പോകണം. ഞാൻ ലാസ്റ്റ് ഞങ്ങളുടെ ഫുൾ എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും. സോ എല്ലാ എക്സ്പീരിയൻസും പറയുന്നതായിരിക്കും. സോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. 4 വർക്ക് ചെയ്യില്ല, 4ലേക്ക് പോയില്ല. പക്ഷെ ഡാഡി ഷിപ്പിന്റെ ലാസ്റ്റ് ഡേ വേർത്തായില്ലേ? ആ ഡാൻസ് ഷോയും ഡിന്നറും ആ ഡാൻസ് ഷോ ഫസ്റ്റ് റോയിലിരുന്ന് കണ്ടതും അല്ലേ? ഓക്കെ, അപ്പൊ അവസാനം ഒരു ഹാപ്പി നോട്ടിൽ തന്നെ അവസാനിപ്പിക്കാം. നാളെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാ കേട്ടോ. കാരണം ഇനി നാളെ ഇറങ്ങാൻ അടുത്ത യുദ്ധമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു 3 to 4 months കഴിയുമ്പോൾ എവറിത്തിങ് വിൽ ബി മച്ച് ബെറ്റർ ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കും. യു വിൽ എൻജോയ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ക്രൂസ് എൻജോയ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് എന്നാണ് അവർ പറയുന്നത്. സോ ദേ ഹാവ് കോൺഫിഡൻസ് ആൻഡ് വൺസ് അഗൈൻ ഐ വിഷ് ദം ഓൾ ദി സക്സസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലാണ് ഞാൻ പറഞ്ഞത് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. കൊഡേലിയ ക്രൂസ് ഇസ് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ലൈറ്റുള്ള എവിടെയെങ്കിലും പോയി റിവ്യൂ പറയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടാൽ 2 years ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിനെയും കുറിച്ച് നെഗറ്റീവ് ഇട്ടിട്ടില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഹ്യൂജ് എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. പ്ലസ് നമുക്ക് ഒരുപാട് ക്യൂറീസ് വരുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ക്രൂസ് എന്ന്. കാരണം അത് എടുക്കാൻ റെഡിയായിട്ട് കുറേ പേര് വരുന്നുണ്ട്. സോ ഇത് നമ്മളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞില്ലെങ്കിൽ ഐ ഫീൽ ഇറ്റ് ഈസ് സംതിങ് എന്താ ഭയങ്കര ഒരു തെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റെക്കമെൻഡേഷൻ കൂടെ ഞങ്ങളുടെ ഫുൾ ഒപ്പീനിയൻ ആയിട്ട് പറയുന്നത്. ആൻഡ് വി ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ഫീൽ വി ഹാവ് ടു ഡു ഇറ്റ്. എന്നാലും ലൈറ്റുള്ള അടുത്ത് പോയിട്ട് ഞാൻ ഞങ്ങളുടെ ഫൈനൽ ഒപ്പീനിയൻ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് ലൈറ്റ് റൂമിനകത്ത് കുറവാണ്. പ്ലസ് വേദ് ഭയങ്കര ബഹളമായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് നമ്മുടെ ഈ ക്രൂസിനെ കുറിച്ച് പറയാനുള്ളത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ തൊട്ട് പറയാം. ചെക്കിൻ ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിരുന്നു, ഭയങ്കര കെയോസ് ആയിരുന്നു. വെയിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഓൾമോസ്റ്റ് 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് റൂം അലോട്ട് ചെയ്ത തെറ്റിയ റൂമായിരുന്നു. സോ അതിനും നമുക്ക് ഭയങ്കര ടൈം എടുത്തു. അതിന് അലോട്ട് ചെയ്ത റൂം AC വർക്കിംഗ് അല്ലായിരുന്നു. സോ അതും ഭയങ്കര ടൈം എടുത്തു. സോ ഓൾമോസ്റ്റ് ഹാഫ് ഡേ അതിന് തന്നെ പോയി. ഓൾറെഡി വി വെർ എക്സോസ്റ്റഡ്. പിറ്റേ ദിവസം റൂമിൽ ടോയ്ലറ്റ് വർക്കിംഗ് അല്ലായിരുന്നു, ഫ്ലഷ്. സോ നമുക്ക് രാവിലെ റെഡി ആവാനൊന്നും പറ്റിയില്ല. ദിവസം ടു യൂസ് പബ്ലിക് ബാത്റൂം. പക്ഷേ അതൊരു കറക്റ്റായിട്ടുള്ള രീതിയല്ലല്ലോ. സോ അത് ഭയങ്കര വിഷയമായിരുന്നു. റൂമിൻ്റെയും ഷിപ്പിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയുന്നത് ക്വാളിറ്റി, ദി ഇൻഫ്രാസ്ട്രക്ചർ, ദി ക്ലെനിനെസ്, ദി ഹൈജീൻ, എവറിത്തിങ് ഇസ് ടോപ്പ് ക്ലാസ്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ആവറേജ്. സൗത്ത് ഇന്ത്യൻസിന് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം ഒന്ന്
ഇഷ്ടപ്പെട്ടേക്കാം ഫുഡ്, അല്ലാത്ത ആർക്കും ഇത് ഇഷ്ടപ്പെടില്ല. കാരണം അത്രയും ലിമിറ്റഡ് മെനു ആണ് ഉള്ള സാധനം. ഇസ് നോട്ട് വെരി ഡെലിഷ്യസ് ഓർ സംതിങ്. ആൻഡ് ഭയങ്കര ക്രൗഡഡ് ആണ്. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ക്രൗഡ്. ആൾക്കാർ ഉന്തി തള്ളി ക്യൂ കട്ട് ചെയ്ത് വേറെ സ്ഥലത്തു നിന്ന് വന്ന് അങ്ങനത്തെ ഒരു വിഷയമാണ്. സോ അതും ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വി ഗോട്ട് എ മെറ്റൽ പീസ് ഫ്രം എ പിസ്സ. അത് ഐ ഹാവ് പബ്ലിഷ്ഡ് ഇൻ മൈ പ്രീവിയസ് വ്ളോഗ്. ദാറ്റ് ഇസ് ഇൻഎക്സ്ക്യൂസബിൾ. സോ ദാറ്റ് ഇസ് ഇൻഎക്സ്ക്യൂസബിൾ. അതിന് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഓക്കെ, അത് പോട്ടെ. സോ അതൊക്കെ നിങ്ങൾ കണ്ടു. സോ ഫുഡ് ഇസ് എക്സ്ട്രീംലി ആവറേജ്. ജസ്റ്റ് ഒരു 2 സ്റ്റാർ അല്ലെങ്കിൽ മാക്സിമം ഒരു ആവറേജ് 3 സ്റ്റാർ റെസ്റ്റോറൻറ്റ് അത്രയും ഫുഡേ ഉള്ളൂ. സോ അത് കഴിഞ്ഞു. പിന്നെ അമ്യൂണിറ്റീസ്, ഇവിടുത്തെ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളൊന്നും ഒരിക്കലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹൈജീനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഇവിടെ ഈ പൂളിലൊക്കെ ഇറങ്ങുന്നവർ അവർ ഇട്ടുകൊണ്ട് ഈ റൂമിലിടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റൈറ്റ്. പറഞ്ഞാൽ അവരവരുടെ ഡ്രസ്സൊക്കെ അവിടെ തന്നെ പിഴിഞ്ഞ് വെള്ളം, അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. പക്ഷേ ഞാൻ ഇടുന്നില്ല, ആൾക്കാരുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്ത്. അവർ അതൊക്കെ ഡ്രസ്സൊക്കെ വിരിക്കുന്നത് ആ ഒരു സൈഡിൽ തന്നെയാണ്, ഡ്രസ്സിൻ്റെ ടേബിളിൻ്റെ സൈഡിലൊക്കെ. സോ അതൊക്കെ ഒരു ടോട്ടലി റോങ്. ഒരു പബ്ലിക് ബിഹേവിയറിൽ ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻ എനിക്ക് ഇവിടുത്തെ ഒരു ഇഷ്യൂ തോന്നിയത് ക്രൗഡാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഇവിടെ വന്ന ക്രൗഡിൻ്റെ ഭയങ്കരമായിട്ട് മോശമുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ക്യൂ കട്ട് ചെയ്യുന്നു. അവർ പറയായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ആരോട് മാസ്ക് ഇടാൻ പറഞ്ഞപ്പോഴേക്കും അടിച്ചു ഏതോ പഞ്ചാബിയും കണ്ടായിരുന്നു സ്റ്റാഫിനെ. സോ ഓബ്വിയസ്ലി ക്രൗഡിനെ അവർക്ക് എന്തായാലും ഒരു ലിമിറ്റിനപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ ഭയങ്കര ക്യൂ കട്ട് ചെയ്യുന്നു. ദേ പുഷ്, ദേ ഗെറ്റ് ഡ്രങ്ക് ആൻഡ് ക്രിയേറ്റ് ലോട്ട് ഓഫ് ന്യൂസൻസ്. ആൻഡ് പിന്നെ പൂള് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ ആ ഒരു എസ്തെറ്റിക് ഡ്രസ്സിങ് അല്ല ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി മിക്സഡ് ക്രൗഡ് എന്ന് പറയാം. കാരണം കുറച്ച് എല്ലാ എത്തിക്സും അല്ലെങ്കിൽ എല്ലാ ബിഹേവിയർ അപ്രോപ്രിയേറ്റ് ഉള്ള ക്രൗഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മച്ച് മോർ ഇസ് someone who doesn't follow all these rules. So എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ വിഷ് ദിസ് ക്രൂസ് ബിക്കംസ് എ ബിഗ് സക്സസ്. കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഗെറ്റ് ബാക്ക് ഇൻ പ്ലേസ്. അതിൽ ഇപ്പം എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ് അറ്റ് ഓൾ, എസ്പെഷ്യലി ഫോർ ഫാമിലീസ്. ഈ ഒരു പൈസ കൊടുത്ത് വരുന്നതുമല്ല. ആൻഡ് ഒരു ക്രൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതായിരിക്കില്ല ഇവിടെ വരുമ്പോൾ. അൺലെസ് നിങ്ങളിപ്പോൾ വേറെ ക്രൂസൊന്നും കണ്ടിട്ടില്ല, വേറെ നല്ല പ്രോപ്പർട്ടീസൊന്നും താമസിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് എൻജോയ് ദിസ് പ്ലേസ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്റ്റാഫ് ആർ സോ ലവിങ്, സോ ഹാർഡ് വർക്കിംഗ്. എനിക്ക് ഒരുപാട് പേരോട് സംസാരിച്ചു. ഐ ഫീൽ സാഡ്. ഇറ്റ് വർക്ക് സോ ഹാർഡ്. ദേ വോണ്ട് കസ്റ്റമേഴ്സ് ടു ബി സാറ്റിസ്ഫൈഡ്. പക്ഷേ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ദ കൺട്രോൾ എന്നാണ് തോന്നുന്നത്. കാരണം അത്രയധികം തിരക്കാണ്. ഒരു ലിമിറ്റഡ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ അത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പ്ലസ് വരുന്ന ക്രൗഡിൻ്റെ ബിഹേവിയറും എല്ലാം കൂടെ വിഷയമുണ്ട്. പക്ഷേ ഫുഡും അതൊക്കെ പറഞ്ഞാൽ മച്ച് ബെറ്റർ ആക്കാനുണ്ട്. സോ എൻ്റെ ഈ ഒരു ക്രൂസ് കൊണ്ട് എനിക്ക് നേടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇഫ് യു ഗൈസ് ഡിസൈഡ് നോട്ട് ടു ഗോ, ഐ ഫീൽ ഇറ്റ്സ് മൈ നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു ഗിഫ്റ്റാണ്. കാരണം അത്രയും പൈസ സേവ് ചെയ്താണ്. യു ക്യാൻ ഡു മെനി ബെറ്റർ വെക്കേഷൻസ് ഇൻ ദിസ് മണി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഇനി നാളെ നമ്മൾ ഗോവയിൽ ഇറങ്ങുവാണ്. അതും ഒരു ചടങ്ങായിരിക്കും. കാരണം ഇവിടുത്തെ എംബാർക്ക്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട്, ഡിസംബാർക്ക്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇന്ന് കണ്ടതാണ്. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം, ലോട്ട് ഓഫ് കെയോസ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ക്രൂസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കണ്ടതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഐ യു ഇംപ്രസ്ഡ് ബൈ ഓൾ ദിസ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് നാളെ ഗോവ വെച്ച് കാണാം. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.